മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോ തരംഗം കേരളത്തിനകത്തും പുറത്തും ഒരു കൊടുങ്കാറ്റ് പോലെ തന്നെ വീശി അടിക്കുകയാണ്. ഇന്നും മികച്ച കളക്ഷനോട് കൂടി സിനിമ മുന്നോട്ട് പോകുന്നു. കളക്ഷനോടൊപ്പം തന്നെ മികച്ച അഭിപ്രായങ്ങളുമായി കേരളത്തിനകത്തും പുറത്തും അങ്ങനെ തന്നെ സിനിമയുടെ ഡിമാൻഡ് കൂടുന്നു. ഇന്ന് എതിരാളികളില്ലാത്ത സിനിമയായിട്ടാണ് എല്ലായിടത്തും ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത്. പലയിടത്തും സ്ക്രീൻ കൗണ്ടുകൾ കൂട്ടുന്നു. പ്രത്യേകിച്ച് ഹിന്ദി ബെൽറ്റിൽ വലിയ ഡിമാൻഡുകളാവുന്നു. ഹിന്ദിയിൽ വലിയ രീതിയിൽ ഡിമാൻഡ് ആവുമ്പോൾ ദേശങ്ങളിലും അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിലും സിനിമയുടെ ഡിമാൻഡ് കൂടുകയാണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഡിമാൻഡ് വർദ്ധിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഹിന്ദി പതിപ്പുകൾ ഇറക്കിയത് വളരെ കുറച്ച് തിയേറ്ററുകളിലാണെങ്കിൽ അവിടേക്ക് തിയേറ്റർ കൗണ്ടും ഷോ കൗണ്ടും കൂട്ടുമ്പോഴും അവർ എടുത്തു പറയുന്നൊരു കാര്യം ഇതിൻ്റെ ഡബ്ബിങ് അതിമനോഹരമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ഒരു വിനീതമായ ഒരു അഭ്യർത്ഥന കൂടി, ജനുവരി 1 മുമ്പ് 50,000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കണമെന്ന് ഒരു മോഹം മനസ്സിലുണ്ട്. അത് നിങ്ങൾ സാധിച്ചു തരും. നിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കുമെന്നറിയാം. അത് ഒരു അപേക്ഷയായി കാണുക. എന്താണെങ്കിലും മാർക്കോയുടെ ഓരോ മണിക്കൂറിലെയും, അതായത് ഈ 7-ാം ദിനത്തെ തിരക്ക് അല്ലെങ്കിൽ ഈ 7-ാം ദിനത്തെ ഓരോ മണിക്കൂറിലെയും ടിക്കറ്റ് ബുക്കിംഗ് നടന്നത് ബുക്ക് മൈ ഷോയിൽ റെക്കോർഡായി മാറുകയാണ്. ഇന്ന് സിനിമ 10 ലക്ഷം ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതും ഒരു ചരിത്രമായി മാറുന്നു. വെറും 7 ദിവസം കൊണ്ട് സിനിമയുടെ 10 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റ് പോവുകയാണ്. ഇന്ന് മൊത്തത്തിൽ വിറ്റുപോയത് ഏകദേശം 78,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ആദ്യ മണിക്കൂറിൽ 1,400 ടിക്കറ്റ് ആയിരുന്നെങ്കിൽ പിന്നീട് 2,000, 4,000 അങ്ങനെ തുടങ്ങുന്നു. ഒരു പീക്ക് ടൈമിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു 5,000-ന് മുകളിൽ ടിക്കറ്റുകൾ വിറ്റുപോകുന്നു. പിന്നെ സ്റ്റഡി ആയിട്ട് 4,000 ആ റേഞ്ചിലേക്ക് വരികയും അങ്ങനെ 70,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോവുകയും ചെയ്തിരിക്കുന്നു. ബുക്ക് മൈ ഷോയിൽ ഈ സിനിമ ഒരു തരംഗമായി മാറുകയാണ്. വമ്പൻ സിനിമകൾ, പുഷ്പയാണ് ഒരുപക്ഷെ ഈ ഒരു സിനിമയ്ക്ക് ഏതെങ്കിലും ഒരു എതിരാളി എന്ന് പറയാനുണ്ടെങ്കിൽ ഉള്ളൂ എന്നുള്ളത്. പുഷ്പയും മാർക്കോയുമായിട്ടുള്ള അന്തരം നമുക്ക് കൃത്യമായിട്ടറിയാം. ഏത് റേഞ്ചിലാണ് രണ്ട് സിനിമകൾ. എന്നിരുന്നാൽ പോലും ഒന്ന് കമ്പാരിസണെങ്കിലും മാർക്കോയും പുഷ്പയും വരുമ്പോൾ അത് മലയാളികളായ നമുക്ക് വലിയ അഭിമാനം തന്നെയാണ്. ഇന്നത്തെ കേരള കളക്ഷനിലേക്ക് ഫൈനൽ, അതായത് 7-ാം ദിനത്തെ കേരള കളക്ഷനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മികച്ച ഒരു കളക്ഷൻ തന്നെയാണ്. സ്വാഭാവികമായും ഉണ്ടാകുന്ന ഇടിവ്, അതായത് വർക്കിംഗ് ഡേ വ്യാഴാഴ്ചത്തെ ആ ഒരു ഇടിവ് ഉണ്ടായിരുന്നു. ഏകദേശം 923ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 1,30,000-ന് മുകളിലുള്ള ആളുകൾ കാണുകയും 2,04,000-ന് മുകളിലുള്ള ഒരു കളക്ഷൻ വരികയുമാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഫൈനൽ ഗ്രോസ് ആയിട്ട് 2,60,00,000 രൂപയോളമാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമായി സിനിമ 26 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. സിനിമയെ വെല്ലാൻ ഈ ഒരു ക്രിസ്മസ് സീസണിൽ മറ്റൊരു സിനിമയില്ല. ഇതിനൊപ്പം ഇറങ്ങിയ സിനിമകളെല്ലാം തന്നെ മികച്ചതാണെങ്കിലും മാർക്കോ ഒരു വള്ളപ്പാട് അകലെ തന്നെ, ഒന്നോ രണ്ടോ വള്ളപ്പാട് അകലെയാണ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. മാർക്കോ ഒരു 200 കോടി ക്ലബ്ബ് ഷുവർ ഷോട്ടായിട്ടുള്ള ഒരു ചിത്രമാണ്. 1-ാം തീയതിയോടുകൂടി തെലുങ്ക് പതിപ്പ് ഇറങ്ങുന്നു. അന്യഭാഷകളിൽ അത് വരുമ്പോഴത്തേക്ക് തെലുങ്കിൽ ഓൾറെഡി വലിയ ഡിമാൻഡാണ്, തീ പിടിക്കുന്ന പോലെയുള്ള ഡിമാൻഡാണ് എന്ന് പറയാം. ആ റേഞ്ചിലേക്ക് സിനിമയും എത്തുന്നു. ഒരുപാട് തിയേറ്ററുകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ ഡീറ്റെയിൽസ്. ഇനി സിനിമയുടെ ഇതുവരെ കേരളത്തിൽ കണ്ടത് ഏകദേശം 15 ലക്ഷത്തോളം ജനങ്ങളാണ്. അതും തിയേറ്ററുകളിൽ 75% ഒക്യുപ്പൻസിയിൽ. എന്താണേലും ഒരു ലോങ് റൺ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു സിനിമ. ആ ഒരു ലോങ് റണ്ണിൽ സിനിമ 200 കോടിയും കടന്ന് മലയാളത്തിലെ ആദ്യത്തെ 200 കോടി സിനിമയാകും എന്നുള്ള, അല്ലെങ്കിൽ 200 കോടി തള്ളില്ലാത്ത സിനിമയാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാത്തിരിക്കാം. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തരണം. ഒപ്പം ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 50,000 സബ്സ്ക്രൈബേഴ്സ് എന്ന ആ ഒരു മോഹം അത് നിങ്ങൾ നിറവേറ്റി തരും. നിങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു ഗ്രേറ്റ് മീഡിയാസ്.